നീള എത്രയെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുക? എടി, മോനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? നിനക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും പറ്റില്ല. എല്ലായ്പ്പോഴും ഞാൻ ഉണ്ടാവണമെന്നില്ല. അല്ലടി, എനിക്ക് ഇതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നീ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് പൊക്കോളാം. നീള, പ്ലീസ് തിങ്ക് അബൌട്ട് യുവർ ബേബി ഫ്യൂച്ചർ. എടാ, ഇനി വലുതായി അവൻ്റെ അച്ഛനെ പറ്റി ചോദിച്ചാലോ? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ ആ കൊച്ച്, അച്ഛനെന്തേന്ന് എന്നും ചോദിക്കുന്നതല്ലേ. നീ ഇങ്ങനെ അച്ഛൻ ഇപ്പം വരുമെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കുഞ്ഞിനെ ഞാൻ പൊന്നു പോലെ നോക്കുമെന്ന്. എടി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലടി. എനിക്ക് ഭർത്താവില്ല. ഇനിയിപ്പോൾ അവന് വേറെ ഇതിലേക്കിട്ട് ജീവിക്കുന്നുണ്ടാകും. അന്ന് ഞാൻ ഇതിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരെന്താ പറഞ്ഞ? എൻ്റെ വീട്ടുകാർ എന്നെ ആട്ടി ഇറക്കിയതല്ലേ. എന്തൊക്കെയാണ് വിളിച്ചത്? നീയും കേട്ടതല്ലേ. ഇനി അവരെന്നെ സ്വീകരിക്കില്ല. അത്രയും നശിച്ചവളാണ് ഞാൻ. ഇവരെ ഞാൻ നല്ലോണം നോക്കും. എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി, അത് മതി. എല്ലാം നിൻ്റെ തെറ്റാ. നീ എന്തിനാ വലിയ പണവും പ്രതാപവും ഉള്ള നിൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റക്കാലിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ മുമ്പ് ചെന്ന് പെട്ടത്? അതിനുശേഷമല്ലേ നിനക്കിതൊക്കെ പറ്റിയത്? നീ സോറി ഒന്നും പറയണ്ട. ആദ്യമായിട്ടാണ് ഞാൻ ഒരാളുടെ മുമ്പിൽ തോക്കുന്നത്. ഇതുവരെ തോറ്റ ചരിത്രം എനിക്കില്ല. സോറി, ഞാൻ ലേറ്റായി. എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയില്ല. അതിനൊരു റീസൺ ഉണ്ട്. മൈ വൈഫ് ഇസ് പ്രഗ്നൻ്റാ. അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കണം. ഓ, നിനക്കൊക്കെ ഭ്രാന്താണോ കല്യാണം കഴിക്കാൻ? എടാ, ഓ ഓക്കെ, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. എനിക്കൊരു ന്യൂ അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട്. നിനക്ക് പിരിഞ്ഞു പോവാം. അത് ഞാൻ പറയാതിരിക്കായിരുന്നു. എടാ, നീ എൻ്റെ ചേട്ടനാ. നീ അതൊന്നും ആലോചിക്കാതെ വേറെ ആരോ പോലെ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പിരിഞ്ഞു പോകുന്നു. ഇനി അവൾക്ക് കുറച്ച് കെയർ കൊടുക്കുന്ന ടൈമാണ്. അല്ലാണ്ട് നിൻ്റെ കൂടെ ഇപ്പോൾ വെട്ടും കുത്തിരി നടന്നാൽ അതിന് മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ. സോ ഐ എം ഗോയിങ്. നിനക്കൊരു ന്യൂ അസിസ്റ്റൻ്റ് അല്ലേ, അത് ഞാൻ സംഘടിപ്പിക്കാം. ജസ്റ്റ് തിങ്ക് ജിമിൻ, ഈ വൈഫ്, കുട്ടി, കുടുംബം അതൊക്കെ ബോറാ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഇതൊന്നും വേണ്ടാത്തൊരു ജീവിതം ഉണ്ടല്ലോ നമ്മളെപ്പോലെ. ആ സിംഗിൾ ജീവിതം, അതാണ് ജീവിതം. അല്ലാണ്ട് ഇത് ചേട്ടനൊന്നും നോക്കില്ല. ഒറ്റ വീക്ക് ഞാൻ വെച്ചാൽ നിൽക്കും. എടാ പട്ടി, ഇത് എൻ്റെ ജീവിതം. നീ അതിനെപ്പറ്റി ഇനി അധികം അനാവശ്യം പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ അനുഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? എന്തനുഭവിക്കാൻ? എടാ, നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വൈഫിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈംസ് അതൊക്കെ ഒരു മെമ്മറബിളാടാ. ഒരിക്കലും അതൊന്നും മറക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരു അച്ഛനാവാൻ പോവാന്ന് പറയുമ്പോൾ അതിനെക്കാട്ടും ഒരു ഹാപ്പിനെസ്. ആ ഒരു ഹാപ്പിനെസ് അത് അനുഭവിക്കാനുള്ളതാണ്. ഞാൻ ഇന്നൊരു അച്ഛനാവാൻ പോകുന്ന സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നിൻ്റെ ഓരോ വാചകം കേൾക്കാൻ എനിക്കൊരു താല്പര്യമില്ല. പിന്നെ നിനക്ക് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെണ്ണലർജി, കുട്ടി അലർജി. നീയൊക്കെ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ഡൗട്ട്. ചേട്ടനായിപ്പോയി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വല്ല പൊട്ടക്കണറ്റിൽ വിട്ടേനെ. പിന്നെ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുണ്ടെങ്കിലും ചേട്ടൻ്റെ കൂടെ നിൽക്കണമെന്ന്. അതുകൊണ്ട് മാത്രം ഇത്രയും കാലം നിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ നിന്നത്. ഇനി ഞാൻ വേറൊരാളെ നിനക്ക് സംഘടിപ്പിച്ചു തരും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. അല്ല, ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല കേട്ടോ. തേട്ടാ, ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ ഈ ഒരു അടിയും കുത്തുമായിട്ട് നടക്കുന്നതാണോ അതോ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണോ നല്ലത്? ടെൻഷനായ ജീവിതമോ ഈ മാഫിയ എന്നുള്ളത്? അതായത് നിങ്ങൾക്കൊരു ബോസാണെങ്കിൽ പോലും ഐ തിങ്ക് ഇതൊക്കെ വേണ്ടേട്ടാ. ലൈഫ് നമ്മളത് എൻജോയ് ചെയ്യാനുള്ളതല്ലേ. ഇതിനായിട്ട് മാറ്റി വെക്കരുത് പ്ലീസ്. ആര് സങ്കടപ്പെട്ട്? നീ വാചകം അടിച്ചോട് സങ്കടപ്പെടലല്ലേ എൻ്റെ പണി. എനിക്കിതാ ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് തുടരും. നീ എനിക്കൊരു ന്യൂ അസിസ്റ്റൻറ്റിനെ കൊണ്ടുവരിക. അതാണ് ഇനി നിനക്കുള്ള പണി. അത് കഴിഞ്ഞിട്ട് നീ നിൻ്റെ രീതി ജീവിച്ചോ. ഓക്കെ? 100 തലമുറക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടായിട്ടും ഞാൻ എൻ്റെ വാശി പുറമെ സ്വന്തമായിട്ടൊരു ജോലിക്ക് വേണ്ടി പുറപ്പെട്ടു. അന്ന് അവസാനം അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞുണ്ടായിരുന്നു, ഇനി ഈ വീട്ടിൽ കാല് കുത്തരുന്ന്. അവരത്രയും പറഞ്ഞു, നീ എന്തിനാ വെറുതെ ജോലിക്ക് പോകുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം അവർക്ക് ഞാനിങ്ങനെ പണിയെടുക്കുന്നത് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ജീവിക്കണം, അതാണ് എൻ്റെ അന്തസ്സ്. ഞാൻ അതിനായിട്ട് പുറപ്പെട്ടു. കുറേ ജോലിക്ക് കയറി നോക്കി, കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്കൊന്നും സെറ്റായില്ല. ഒരു ജോലിയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രത്യക്ഷമായിട്ട് ഞാനൊരു ഗർഭിണിയെ കണ്ടുമുട്ടുന്നത്. പാവം ചേച്ചി, ആൾക്ക് റോഡ് കിടക്കണമായിരുന്നു. നല്ല പേടി. കൂടുതൽ ഹസ്ബൻഡോ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് സങ്കടം വന്നു. ഞാൻ കടത്തി കൊടുത്തു.
നന്ദി കേട്ടോ മോളെ. പണ്ട് തൊട്ടേ റോഡ് കിടക്കാൻ ഭയങ്കര പേടിയാ, അതുകൊണ്ടാ. നന്ദി. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു. അല്ല, നിങ്ങൾ എങ്ങോട്ടാ? ഹസ്ബൻഡ് ആരും കൂടെ ഇല്ലല്ലോ. ഓ, ഞാൻ ആളോട് പറയാണ്ട പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയില്ല. ഹസ്ബൻഡും വീട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് ഇങ്ങനെ ആരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല. ഓ, എന്നാലും ആരോടും പറയാണ്ട് വന്നത് നല്ല തെറ്റാട്ടോ. പിന്നീട് ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ നല്ല കൂട്ടായി. ഒരു ചേച്ചിയും അനിയത്തിയും ബോണ്ടിങ്. ആൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടം തോന്നുന്നു. ഒരു ഹോട്ടലിൽ കയറ്റിയിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കുറേ വാങ്ങി തന്നു. ഞാൻ കഴിക്കില്ല എന്ന് വാശി പിടിച്ചപ്പോൾ പോലും എൻ്റെ വായിലോട്ട് വെച്ച് തന്നു. ആളൊരു പാവമായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്ക് ആളുടെ വർത്തമാനത്തിനും തോന്നി ആളുടെ ഹസ്ബൻഡ് ഒരു മാഫിയാണെന്നും ആളുടെ ഫോഴ്സ്ഡ് മാരേജ് ആണെന്നും എന്നൊക്കെ എനിക്ക് ചെറുതായിട്ടൊരു പീഡൊക്കെ കിട്ടി. പിന്നീട് എന്നെ പറ്റി ചോദിച്ചു. പിന്നെ എനിക്കൊരു പേരിട്ട് കേട്ടോ, മൊട്ടച്ചി എന്ന്. എന്നെ മൊട്ടച്ചിന്നാണ് വിളിക്കുന്നത്. പിന്നീട് ഞങ്ങൾ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്നെ ആളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. പിന്നീട് ആ, ഇതാ എൻ്റെ വീട്. കണ്ടാ പ്രേതാലയം പോലുണ്ട്. ഏയ്, നല്ല വീട്. ഓ, മാഫിയന്റെ വീടൊക്കെ ഇങ്ങനെ ആയിരിക്കല്ലേ? ഇതാരാ? അല്ല യോജി, ഇതാരാ? അത് പിന്നെ ചിമ്മേട്ടാ. ഓ, കുട്ടിയുടെ പാരൻസ് എല്ലാവരും എന്ത് ചെയ്യുന്നു? ഓ, അത് പിന്നെ ഞാൻ അവരുടെ കൂടെ വഴക്കുണ്ടാക്കി ഒറ്റക്കാലിൽ നിൽക്കണമെന്നുള്ള വാശിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി നോക്കി നടന്നതാ. അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി കണ്ടു. പക്ഷെ ഇതുവരെയായിട്ടും ജോലി കിട്ടിയില്ല. ജോലിയോ? കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇവിടെ എന്തായാലും ഒരാൾ ആവശ്യമുണ്ട്. നല്ല സാലറി തരാം. എനിക്കൊരു ഏട്ടനുണ്ട്. ആളാണ് എൻ്റെ ബോസ്, മാഫിയ ബോസ്. ആൾക്കൊരു അസിസ്റ്റൻറ്റിനെ വേണം. അസിസ്റ്റൻ്റോ? അതും മാഫിയ ബോസ്? ഞാൻ ബ്ലഡ് കണ്ടാൽ തലചുറ്റി വീഴുന്ന ടൈപ്പാ. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ സമ്മതിക്കാം. ഞാൻ സമ്മതിച്ചു. ഏയ് ജിമിൻ, ആരാ ഇവൻ? ഏത് ഗേളാണ്? പിന്നെ നീ പറഞ്ഞല്ലോ ഒരു അസിസ്റ്റൻറ്റിനെ വേണമെന്ന്. ആ കുട്ടിയാ. ഇവളാണ് നിന്റെ ന്യൂ അസിസ്റ്റൻറ്റ്. എടാ, ഒരു പെണ്ണിനെ കൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കാനോ എന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനോ പിന്നീട് ഞാൻ അടി കഴിയുമ്പോഴാറ്റം ഒരു കത്തി എടുത്ത് തരുമെന്ന് ചോദിച്ചാൽ പേടിച്ച് വിറക്കുന്ന ടൈപ്പാണ്. ഞാൻ കയറി വന്നപ്പോഴേ കേട്ടല്ലോ ബ്ലഡ് കണ്ട തലചുറ്റി വീഴുന്ന ടൈപ്പാണ് ഇവളെന്ന്. അതുകൊണ്ട് തന്നെ ഇവളെ എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹേ മിസ്റ്റർ, ഞാൻ പെണ്ണ. എനിക്ക് നല്ല ചങ്കുറപ്പുണ്ട്. താൻ ഒരു കത്തിയെടുത്ത് ആരെ കുത്തണമെന്ന് പറഞ്ഞാൽ പോലും ഞാനത് ചെയ്യും. പിന്നീട് ബ്ലഡ് കണ്ടാൽ പേടിച്ച് പോകുന്ന അത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത്. ഓ, എന്തായാലും അത് കണ്ടറിഞ്ഞാൽ മതി എനിക്ക്, അല്ലാണ്ട് കേട്ടറിയണ്ട. പിന്നെ ജിമിൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഡൽഹി വരെ പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അതേപ്പറ്റി കുറച്ച് ഡിസ്കസ് ചെയ്യാനും ഉണ്ട്. സോ ഞാൻ ഡൽഹി വരെ പോവാണ്. 2 months കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. അതുവരെ ഇവളിവിടെ നിന്നോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഇവളെ ഒന്ന് നല്ലോണം ഒന്ന് പരിശോധിക്കും. അതായത് എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ യോഗ്യത ഉണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, അത്ര തന്നെ. അത് കഴിഞ്ഞ് ഞാൻ റിജക്റ്റ് ചെയ്താണെങ്കിൽ അപ്പോൾ തന്നെ വീട്ടിലോട്ട് പോവാം. ഓക്കേടാ. നീ ഇപ്പോൾ തന്നെ പോകുന്നതാണോ? പോയേ പറ്റൂടാ, കുറച്ച് ഡീലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും വരുമല്ലോ, അപ്പോൾ കാണാം. അതെ യൂഞ്ചി, തേ പോയിട്ട് കുറേ ആയല്ലോ. അവൻ എപ്പോഴാണ് വരാം? പറയും പോലെ 2 മാസമായല്ലോ. എന്തായാലും ഇന്നോ നാളെയോ വരും. വന്നിട്ട് വേണം എനിക്ക് ഒരു ജോലിക്ക് കയറാൻ. ബോറടിച്ച് നിൽക്കാൻ വയ്യ. ഇവള് എൻ്റെ തേനെ കൈക്കലാക്കാനുള്ള കളിയാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അവൻ്റെ മുറപ്പെണ്ണായ ഞാൻ തന്നെ അത് നേടും. ആഗോക്കി എന്തായാലും ഇന്നോ നാളെ എത്തുന്ന തോന്നുന്നേ. 2 മാസമേ പറഞ്ഞോളൂ. അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നോളാം. ഇതാര് ജോണിയാ? ജോണി ഇതെപ്പറ്റി? ഇന്ന് തേട്ടം വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നതാ. അല്ല, ഇന്ന് വരുമോ ചിമ്മിയേട്ടാ? ഓ, അവനെ കാണാൻ വന്നൊരു കാമുകി. നീ എത്ര വെച്ചിട്ട് അവനെ ഇങ്ങനെ മനസ്സിലായിട്ട് ലവ് ചെയ്യുന്നത്? എന്തായാലും അവനെ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ. അവനിങ്ങനെ ഗേൾസിനോടോ ഒന്നിനോട് താല്പര്യമില്ലാത്ത ടൈപ്പല്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനിപ്പോൾ പോകുന്നത് എയർപോർട്ടിലാണ്. അവനെ എനിക്ക് കൊണ്ടുവരണ്ടേ. അവൻ ഇന്ന് വരുമെന്ന് തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഓ, അത് നന്നായി. വന്നാല് കാണാലോ. പിന്നെ കുറച്ച് സംസാരിക്കണം. എൻ്റെ മൊട്ടച്ചീൻ്റെ മുടി നല്ലോണം വളർന്നല്ലോ. ഇനി മുടി കണ്ടിട്ട് മയങ്ങോന്നാണ് എൻ്റെ ഡൗട്ട്. ഞാൻ തന്നെ ഒരു തവണ മയങ്ങി. എന്താ മനുഷ്യ, എൻ്റെ വയലൊരു കുഞ്ഞിട്ട് നീ ഓർക്കില്ല. ഒറ്റ ചവിട്ടങ്ങനെ വെച്ച് തരും. ഓ, മതി. ഇനി ഞാൻ കാരണം നിങ്ങളാരും അടിയേണ്ട. ഇതെൻ്റെയും എൻ്റെ തേൻ്റെ റൂം. ഇനി അവളുടെ മുടി കണ്ടിട്ട് അവളെങ്ങാനും ഇല്ല, സമ്മതിക്കില്ല ഞാൻ. അല്ല, ജൂണിയേച്ചി എന്താ ബോസിന്റെ മുറിയിലോട്ട്? നീ എന്തിനാ വന്നേ?
മുറിയിൽ. എന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഞാൻ ചൂലെടുത്തിട്ട് അടിച്ചു വരാൻ വന്നതാ. ഞാൻ എന്നും അടിച്ചു വരുന്നതാ. നീ എന്നെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു? നീ ആരാന്ന നിൻ്റെ വിചാരം? എൻ്റെ പേനൊരു കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ ആ 2 കണ്ണും ഞാനങ്ങ് എടുക്കും. എനിക്ക് അപ്പോഴേ തോന്നി, വന്നപ്പോൾ തൊട്ട് എന്നുള്ള മുഖം കറുപ്പിക്കൽ കണ്ടപ്പോൾ ഈ കാര്യം തന്നെയാണ്. തന്നെ തേനോട് എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടാവാനും പോണില്ല. ഓഹോ, എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീയായോ? നിന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ട കാര്യമുള്ളൂ. ഹേ മിസ്റ്റർ, അധികം ഇങ്ങോട്ട് കളിക്കാൻ വരണ്ട. കുറേ കളി ഞാൻ കണ്ടതാ. തൻ്റെ ഈ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിനി എങ്ങാനോ തൻ്റെ മുറ ചെറുക്കാൻ തേൻ്റെ കൂടെ വല്ലതും സെറ്റാവോ എന്നൊരു പേടിയാണെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. മാഫിയ അതിലൊരിക്കലും ഉൾപ്പെടില്ല. അല്ല പിന്നെ വെറുതെ അങ്ങോട്ട് ചൊറിയാൻ വന്നു. ഇതെന്താ രണ്ടുപേരും എൻ്റെ റൂമിൽ വെച്ചൊരു സംസാരം? ഇവിടെ ഇപ്പം എന്താ? അതെ ബോസ്, ബോസിൻ്റെ ഈ മുറപ്പെണ്ണിന് ഞാൻ ബോസിനെ കൊണ്ട് പോവോ എന്നൊരു പേടി. അതിനാൽ എന്നെ ഈ മുറപ്പെണ്ണ് ഭീഷണിപ്പെടുത്തി. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാനിവിടെ അടിച്ചു വരാൻ വന്നതായിരുന്നു. അതിനു മുൻപേ ബോസിൻ്റെ മുറപ്പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ എങ്ങാനും ബോസിനെ വളച്ചെടുത്താലോ എന്നൊരു പേടിയിൽ എന്നെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ബോസിനോട് അങ്ങനെ ഒരു താല്പര്യവും ഇല്ല എന്ന്. എന്നാലും കുട്ടി വിശ്വസിക്കുന്നില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ മുടി എവിടെ? ബോസിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമല്ലോ. ഈ 2 മാസം ഫ്രീ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്തു. അപ്പം എൻ്റെ മുടി വളർന്നു. അല്ല, ഇനി എനിക്ക് ജോയിൻ ചെയ്യാവോ? ഓ, അത് പിന്നെ സോറി. കാരണം എൻ്റെ ഈ ഒരു ജോലി ബേസ് നീ എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല. കാരണം എനിക്ക് കുറച്ചും കൂടി മെച്യൂറായ ആൾക്കാരെ വേണം. സോ ഒരു ബോയിനെ ഞാൻ ഡൽഹി വെച്ചിട്ട് എനിക്കൊരു പാർട്ട്ണർഷിപ്പിൽ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓ, അപ്പോൾ ഇനി എന്നെ വേണ്ടല്ലേ? വേണം. ജോബിൻ്റെ ബേസാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അസിസ്റ്റൻ്റായിട്ട് വേണം. അതിന് കുഴപ്പമില്ല. എന്തായാലും 2 മാസം എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തല്ലോ. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. അല്ലാണ്ട് ജോബിൻ്റെ ബേസിൽ പറ്റില്ല കേട്ടോ. ഓ അങ്ങനെ, ഇപ്പോഴാണ് ശ്വാസം നേരെയത്. എന്നാൽ ശരി, ഞാൻ പോവാം. ആ ശരി. അല്ല ജൂണി, നീ ഇന്ന് വന്നാണോ? ഞാനിന്ന് വന്നതാ. തേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നമുക്ക് വിവാഹം കഴിച്ചാലോ? പ്ലീസ് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ മീ. എനിക്കിതിനോട് താല്പര്യമില്ല. പിന്നെ നീ എന്നെ ഫോഴ്സ് ചെയ്യരുത്. ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതാ, ഞാനെന്നൊരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുതെന്ന്. വേറെയും കുറേ പേരുണ്ട്. നിന്നെ ഇഷ്ടപ്പെടുന്ന വേറെയും കുറേ പേരുണ്ട്. അവരെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. നീ ഇപ്പം എൻ്റെ അസിസ്റ്റൻറ്റിനോട് വരെ എൻ്റെ പേരിൽ പറഞ്ഞ അടിയില്ലേ, അതാ പറയുന്നത്. എനിക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കണ്ട, എന്നെ ഫോഴ്സ് ചെയ്യേണ്ട. സോ ഈ വിവാഹം അതൊന്നും നീ ചിന്തിക്കേ വേണ്ട. ഓക്കെ, പോയിക്കോ. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് ഞാൻ തരും. നിങ്ങൾക്ക് എന്നിൽ എന്തും ആഗ്രഹിക്കാം. പ്ലീസ് ഗെറ്റ് ഔട്ട്. എൻ്റെ മുഖത്തോട്ട് നോക്ക്. ഞാൻ നിന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് നിന്നെ മാത്രമേ ആഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. നിൻ്റെ കൂടെ വേണ്ട. നിനക്ക് എന്തു ചെയ്യാം. അവകാശം, അധികാരം എല്ലാം ഞാൻ തന്നിരിക്കുന്നു. ഡോണ്ട് ബി, എന്നെ വെറുക്കരുത്. പക്ഷേ നീ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ അടുത്ത് നിന്ന് നീ എടുത്തോ. ഞാനാ പറയുന്നേ. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഓക്കെ, ഇപ്പം ഞാൻ പോണു. ഞാൻ രാത്രി വരും. എന്നെ കാത്തിരുന്നോ? ബോസ്, യോജി ചേച്ചിക്ക് സ്റ്റൊമക്ക് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് ജിമിൻ ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. അവർ ചിലപ്പോൾ ലേറ്റ് ആകും. വാതിലടച്ച് കിടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ എൻ്റെ ഫോണിൽ വിളിക്കും. ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നോട് ക്ഷമിക്കണം യോൻ ചേച്ചി. വേറൊന്നും വേണ്ടിയില്ല. ഈ രാത്രി തന്നെ ഞാൻ പോവാ. ഞാൻ പെട്ടുപോയതൊരു കുറുക്കൻ്റെ മടയിലാന്ന് ഓർത്തില്ല. ഇനി നമ്മൾ കാണില്ല. ഞാൻ ദൂരെ പോവാം. ദൂരെ എങ്ങോട്ടെങ്കിലും നിങ്ങളുടെ കണ്ണ് തട്ടാത്തെടുത്ത്. ബഹുമാനിച്ചിട്ടേ ഉള്ളൂ നിങ്ങളെ ഞാൻ. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. അല്ലേലും നിങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ. അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് നിന്നാ ഇന്നെനിക്ക് ഗതി വരില്ലായിരുന്നു. എൻ്റെ ജീവിതം തന്നെ നശിച്ചു പോയില്ലേ. ഇനി ഇവിടെ നിൽക്കുന്നില്ല. പോവാ. നന്ദിയുണ്ട്.
കെട്ടിച്ച വീട്ടിൽ നിന്ന് ഞാൻ പടിയിറങ്ങി. എനിക്ക് യോജി ചേച്ചിയെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ എനിക്ക് കയറാൻ പറ്റില്ല എന്നത് ഞാൻ ചിന്തിച്ചത്. ഞാൻ ചെയ്ത തെറ്റത് അച്ഛനമ്മയെ പറയാതെ ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചത്. പിന്നീട് എൻ്റെ സുഹൃത്തിനെ കണ്ടു. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവൾ എന്നെ സ്വീകരിച്ചു. പിന്നീട് ഞാൻ അവളുടെ കൂടെ ജീവിതം. ഇത്രയും വർഷം ഒരു കുട്ടിയായി. അങ്ങനെയൊക്കെ പോണു. എന്നാലും എൻ്റെ മനസ്സിലുണ്ട് തിരിച്ചു പോയി എല്ലാം പറഞ്ഞ് സോൾവാക്കി ഒന്ന് മിണ്ടിയാൽ കൊള്ളാമെന്ന്. പക്ഷേ എനിക്ക് അന്നത്തെ ക്രൂരത മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട് കുറേ പറഞ്ഞു, നീ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, അവരോട് പറഞ്ഞ് നീ അവരുടെ ഭാര്യയെ ജീവിക്കണമെന്ന്. പക്ഷേ അതിനൊന്നും എനിക്ക് ഒരു ഇതും തോന്നുന്നില്ല. അതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ പോണു ഒറ്റത്തടിയായി. ഇനി എനിക്കെൻ്റെ മോനെ നോക്കണം, അത് മാത്രമേ ഉള്ളൂ. അവനെ നല്ലോണം പഠിപ്പിച്ച് അവനെ വലുതാക്കിയെടുക്കണം, അത്രമാത്രം. പഴയ ചാപ്റ്റർ അത് വീണ്ടും ഓപ്പണാക്കാൻ ഒട്ടും താല്പര്യമില്ല ഇപ്പം എനിക്ക്. നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ കുക്കിയുടെ സ്റ്റോറി, അതായത് കുക്കിയുടെ ഭാഗം. ഇനി നമുക്ക് നമ്മുടെ നായകൻ്റെ ഭാഗത്തോട്ട് പോയാലോ? അവിടെയുണ്ട് കുറച്ച് കഥ കാണാൻ. എനിക്കെൻ്റെ മോളെ കാണണം. പറ, എൻ്റെ മോൾ എവിടെ? അവള് പെട്ടെന്ന് നമ്മളെ ഇട്ട് പോകുന്നത് നമ്മൾ വിചാരിച്ചതൊന്നും അല്ലല്ലോ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ദേഷ്യപ്പെടല്ലേ, അത് കുഞ്ഞിനെ ബാധിക്കും. നോ, അവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാണ്ട് അവളിങ്ങനെ പോവില്ല. അതും എന്നോട് പറയാണ്ട്. എന്താ പറ്റിയത് എനിക്ക് ഇന്നറിയണം. യോഞ്ചി, എന്നോട് ക്ഷമിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ തന്നോട് പറയാനുണ്ട്. ഇല്ല, എന്താണെങ്കിലും ഇപ്പൊ തന്നെ നീ പറ. എന്തിനാടാ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൾ എങ്ങോട്ട് പോയെന്നറിയോ? നിന്റേത് മാത്രം ആലോചിച്ച് എല്ലാം നടത്തിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒന്ന് അവരുടെ സൈഡ് പോലെ നീ ചിന്തിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പെണ്ണലർജി എന്നൊക്കെ പറഞ്ഞു നടന്നു. പക്ഷെ ഇപ്പം നീ ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ചാ കളിച്ചത്. നിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് വെറുപ്പാ നിന്നോട്. ഇനി ചേട്ടനാണെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നേക്കരുത്, എൻ്റെ ഭാര്യൻ്റെ മുമ്പിൽ. അല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോക്കോ. നീ ഇനി അവളെ കൊണ്ടല്ലാണ്ട് ഈ വീട്ടിൽ കയറണം. ഓക്കെ, ഞാനിപ്പോൾ തന്നെ പോയി അവളെ കൊണ്ടുവരും. അവളില്ലാണ്ട് ഇനി എനിക്ക് പറ്റില്ല. ഊണും ഉറക്കവും ഇല്ലാതെ വർഷങ്ങളായി ഞാൻ അവളെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവളെ ഞാൻ കണ്ടു. ഒരു കുട്ടിയുണ്ടായിരുന്നു കയ്യിൽ. അത് എൻ്റെ കുട്ടിയെന്ന് മനസ്സിലായി. മാറിൽ നിന്നും മറുകിൽ മടിച്ചു
സൂര്യകാന്തികൾ മഞ്ഞുമഴയിൽ കുതിർന്നു നിൽക്കും നിഴൽ ചെരുവിലൊഴുകി വന്ന കുളിരരുവിയലകളായി ഞാൻ പെണ്ണിലാ ചിറകുള്ള രാത്രിയിൽ വെള്ളി നീർ കടലല കൈകളിൽ നീന്തിവാ തെളിനീർ തെന്നലേ നനയുമീ പനിനീർ മാറിയോ എനിക്കൊന്ന് കുക്കിയെ കണ്ട കൊള്ളാമെന്നുണ്ട്. പ്ലീസ്, ഞാൻ ഒന്നും ചെയ്യില്ല. ഇത്രയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ അവളെ വിളിക്കാം. വേണ്ട, എന്നോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പൊയ്ക്കോ. എനിക്കൊന്ന് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിച്ചാൽ മതി. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശരി, ഒരു 5 മിനിറ്റ്. അതിൽ കൂടുതൽ സമയം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. മോനെ, പപ്പയുടെ മോനിക്ക് സുഖാണോ? വായി അടച്ചിരിക്കോ? പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോ. നിനക്കറിയാമല്ലോ ജോണിക്ക് എന്നോടുള്ള താല്പര്യം. നീ അവിടുന്ന് പോയതിനു ശേഷം അവൾ എന്നെ നല്ല രീതിയിൽ അതേപ്പറ്റി പറഞ്ഞു. വേറെ രീതിയിൽ കുറേ ടോക്കുണ്ടായി. അതിനുശേഷം എൻ്റെ കൺട്രോൾ പോയത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഒന്നും ഓർമ്മിപ്പിക്കണ്ട. എനിക്കെല്ലാം ആലോചിക്കുമ്പോൾ ഭ്രാന്ത് പഠിക്കും. അതൊക്കെ ആലോചിച്ച് പിന്നെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ തോന്നില്ല. പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോ. പ്ലീസ് കുക്കി, പ്ലീസ് തിങ്ക് അബൌട്ട് അവർ ബേബി ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ മോനെയും കൂടി സന്തോഷത്തിൽ ജീവിച്ചോടെ. കല്യാണം കഴിച്ച് അവനെ പറ്റി ഒന്ന് ആലോചിക്കും. നീ എന്നെ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അവനൊരിക്കലും അത് പറയില്ല. അത് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്കറിയാം. പക്ഷേ പ്ലീസ് ജിമ്മിന് യൂഞ്ചി നീ ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രക്കും അവർക്ക് നിന്നെ ഇഷ്ടം. എൻ്റെ കൂടെ വന്നൂടെ? നിങ്ങളുടെ ഒരു ഫോട്ടോ മാത്രം കണ്ടാവൻ നിങ്ങളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവൻ്റെ ഭാവി ആലോചിച്ച് മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് യൂഞ്ചി ചേച്ചിയെ കാണണം, അവരുടെ കുഞ്ഞിനെ കാണണം. അത് തന്നെയാണ് എൻ്റെ സന്തോഷം. വരുന്നുണ്ട് ഞാൻ. ഹായ് ആർമി, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് ലെങ്ത്തിനെ പറ്റി തന്നെയാണ്. ഞാനിപ്പോൾ 2 പാർട്ടായിട്ട് ഇടാനുള്ള വീഡിയോ ഉണ്ട് ഇതിൽ. പക്ഷേ ഞാൻ 2 പാർട്ടായിട്ട് ഇടുന്നില്ല. കാരണം അങ്ങനെ ഇടുവാണെങ്കിൽ രണ്ടാമത്തെ പാർട്ട് ഉറപ്പായിട്ടും എൻ്റെ മൈൻഡിൽ നിന്ന് പോകും. അപ്പോഴൊക്കെ പുതിയ സ്റ്റോറി അത് പിന്നീട് അതിൻ്റെ വയ്യാലെ പോകും. അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാം 1 ഷോട്ടായിട്ട് തന്നെ ഇടുന്നത്. പറ്റുന്നത്ര ലെങ്ത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം പെട്ടെന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അതായത് എനിക്ക് ഇത്തിരി ഫോണിൽ സ്പേസ് കുറവാണ്, ലെങ്ത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇത് എൻ്റെ സ്വന്തം ഫോണല്ല, എൻ്റെ സ്വന്തം ഫോണിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതെൻ്റെ അച്ഛൻ്റെ ഫോണാണ്. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, കോഴീൻ്റെ ശബ്ദം കുറേ കേൾക്കാം. ഇപ്പം തന്നെ കേൾക്കുന്നുണ്ട്. കോഴീൻ്റെ ശബ്ദം നല്ലോണം ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇവരിങ്ങനെ കൂക്കി കൊടുക്കും. എൻ്റെ വീട്ടിൽ തന്നെ കോഴി ഫാം ഉണ്ട്. സോ അതുകൊണ്ടാണ്. എന്നാൽ ഇനി നേരെ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. എന്താ ചിമ്മിക്കുട്ടാ? പഴയ എന്റെ വീടിന്റെയും ജിമ്മിന്റെയും കളി തന്നെ. ഇടിക്കൂക്കി 2 കിളിക്കൂറ്റുള്ള ആൾക്കാരും അടിയായി ഒച്ച കേട്ടിട്ടുണ്ട്. ഇപ്പം 2 പേരും കുറ്റം പറയാനായിട്ട് വരും. എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ ചേച്ചി. എല്ലാത്തരം മനുഷ്യനും തലവേദന എടുത്ത് നിൽക്കാൻ പറ്റില്ല. ഇത് എത്ര വെച്ചിട്ട് ഇവരിങ്ങനെ കുറ്റവും കുറവും പറഞ്ഞു വരുന്നേ. എന്താടാ ജയ, നീ അവന്റെ കൂടെ പത്തിരി ചുട്ട് കളിക്കാൻ പോവാത്തെ? ഓ, നിങ്ങളുടെ അടി തുടങ്ങിയോ? നിങ്ങൾക്ക് 2 പേർക്കും അടി ഉണ്ടാക്കാൻ കൊണ്ട് കഴിയാൻ കഴിയില്ല പിള്ളേരെ. ഫുഡ് കഴിക്കാനായോ? ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു. ഈ പിണക്കങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് 2 പേർക്കും ഒന്ന് മിണ്ടിക്കൂടെ? ഇതെന്തിനാ ഇങ്ങനെ നിങ്ങൾ
ഓ, അപരിചിതരെ പോലെ വർത്താനം തന്നെ. ഏയ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി. അതെ, 2 ദിവസമായല്ലോ ഫുഡ് പുറത്തുനിന്ന് തന്നെ കഴിച്ചു വരുന്നു. വീട്ടിലുണ്ടാക്കി എന്താ കഴിക്കാത്ത? എല്ലാവരും കൂടി ടേബിളിൽ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിക്കും. ഞാനെന്തിനാ സങ്കടം കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്? അതെന്തിനാ ഇപ്പൊ അങ്ങനൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? പറയാനത് പറഞ്ഞു. ഇനി നീ പോയി ഫുഡ് കഴിച്ചോ. അതെ, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടില്ലാന്ന് എനിക്ക് നല്ലോണം മനസ്സിലായിന്. പിന്നെ വെറുതെ ഇങ്ങനെ കള്ളത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കി, നീ പോയിക്കോ. നീ ഫുഡ് കഴിച്ചോ. എനിക്കൊന്ന് കിടക്കണം. അതെ യോങ്കി ചേച്ചി, ഞാൻ മോനിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഫുഡ് കഴിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ തീരെ വിശപ്പില്ല. നിങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. അമ്മ ചോദിച്ചാൽ പറഞ്ഞേക്ക് മോനിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചെന്ന്. ആ മോളു, ഞാൻ പറഞ്ഞോളാട്ടോ. നീ എന്തിനാ ഇങ്ങനെ അനാവശ്യ വർത്താനങ്ങൾ പറയുന്നേ? ഉറക്കൂല മനുഷ്യൻ്റെ ഉള്ള സമാധാനം പോക്കാനായിട്ട്. മോൻ ഉറങ്ങിക്കോ. ഭാഗ്യമില്ലാത്തത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കുക്കി, നീ എന്തെന്ന് ഫുഡ് കഴിക്കാത്ത? ഞാൻ ഫുഡ് കഴിച്ചതാ. മോന് വാരി കൊടുക്കുമ്പോൾ കൂടെ കഴിച്ചതാ ഞാൻ. കുക്കി, എല്ലാം മറന്നൊരു പുതിയ ജീവിതം തുടങ്ങിയിട്ടും നീ എന്തുകൊണ്ട് എന്നോട് ഇപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു? ഞാൻ സാധാരണ പോലെ തന്നെ ബിഹേവിയറൊക്കെ ചെയ്യുന്നത്. അത് നിനക്ക് തോന്നുന്നതാ? ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് പറയുക. നമുക്കെല്ലാം മറന്നൊരു നല്ല ജീവിതം തുടങ്ങിക്കൂടെ? പ്ലീസ്, എനിക്ക് കുറച്ച് ടൈം വേണം. ഡോണ്ട് ഫോഴ്സ് മീ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇത്ര കുക്കിയെ സോപ്പിട്ടിട്ടും എത്ര എന്തൊക്കെ പറഞ്ഞാലും മോൻ്റെ ആഗ്രഹം നടക്കണമില്ല. അതുപോലെ കുക്കി മിണ്ടണമില്ല. ഒന്നുമില്ലാത്ത അവസ്ഥ, അടി മാത്രം. അങ്ങനെ ഇരുന്നപ്പോൾ തൻ്റെ ഫ്രണ്ട്, അതായത് ഓൾഡ് ആക്ടിങ് കിങ്ങായ ജെന്നിയെ വിളിക്കുന്നു. വിളിച്ചിട്ട് അവൻ പറയുന്നു, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, നീ ജസ്റ്റ് ഒന്ന് എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് വരണമെന്ന്. അതായത് മറ്റേ തരത്തിലല്ല, പഴയൊരു ഫ്രണ്ടായിട്ട് എന്നെ കാണാനായിട്ട് വരണമെന്ന്. എന്നിട്ട് ഞാൻ നല്ലോണം അഭിനയിക്കും. നീ പോയിക്കോ. ഓ, അപ്പോ തേന്റെ കൂട്ടുകാരിയല്ലേ? ആ തേ, നീ എന്താ കണ്ടിട്ട് ഒരു മൈൻഡ് കൊടുക്കാത്തെ? നിന്റെ പഴയ കൂട്ടുകാരിയാണല്ലോ ഇവള് പറഞ്ഞത്. ഷോ, എൻ്റെ മുത്തേ, നീ ഇതെപ്പോൾ വന്നോടി? എത്രയായി കാണാത്തെ? എന്നാലും നിനക്ക് എന്നെ കാണാൻ തോന്നിയല്ലോ. നിനക്ക് മാത്രമേ എന്നോട് നല്ല സ്നേഹമുള്ളൂ. ഇതുപോലെ പണ്ട് നമ്മള് ബെഞ്ചിലിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരിക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ടോത്തേ? ഷോ, അതൊക്കെ ഒരു നല്ല മൊമെൻ്റായിട്ട് എൻ്റെ തലയിലുള്ളൂ. ചായ എടുക്കട്ടെ? ഓ, അതിനിപ്പോ എന്താ, ചായ എടുത്തോ. ഓ, തേന്റെ വൈഫാണല്ലേ? എന്തായാലും തേക്ക് ചേരുന്നില്ല. ഞാനാ തേക്ക് നല്ല ചേർച്ച. ഓ, നന്ദി. ചായ വേണോ വേണ്ടയോ? ഓ, വേണ്ട. ചായ കുടിക്കാനൊന്നും സമയമില്ല. ഞാനൊന്ന് തേന്റെ കൂടെ മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ. ആ ബേബി പറ, പിന്നെ എന്താ ഉള്ളത്? സുഖമല്ലേ? അമ്മയോടും അച്ഛനോടൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞേക്ക്. ഷോ, നിന്റെ വീട്ടിലൊക്കെ ഞാൻ എപ്പോഴും പാർക്കാനായിട്ട് വരുന്നതല്ലേ, അതൊക്കെ മറന്നുപോയി. ഒരിക്കൽ നമ്മള് റൂമില്ലാണ്ട് ഒരു റൂമിൽ കിടന്നത് നിനക്ക് ഓർമ്മയുണ്ടോത്തേ? ഒരു റൂമിൽ എല്ലാത്തിനും ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത് അവൻ്റെ കാര്യത്തില്? എന്നാലും ഒരു റൂമിൽ എന്നൊക്കെ പറയുമ്പോ അയ്യോ. ഓ, അതൊന്നും നീ ഓർമ്മിപ്പിക്കണ്ട. നിന്റെ ഈ വളിച്ച ചിരിയിലൂടെ എനിക്ക് മനസ്സിലായി നീ എന്താ ഓർക്കുന്നതെന്ന്. എന്താ ഓർക്കുന്നേ? എത്രയൊക്കെ സ്നേഹമില്ലാത്ത പോലെ അഭിനയിച്ചാലും സ്നേഹം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ദേഷ്യം, നല്ലോണം ദേഷ്യം പിടിച്ചു. പുറകെ വാല് കത്തി അവൾ അങ്ങോട്ട് മുകളിലോട്ട് പോയി. അത് കണ്ടതും തേക്ക് കുറച്ച് സമാധാനമായി. അങ്ങനെ രാത്രിയായിട്ടും ബെഡിൽ കിടക്കണ തേനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു കൊണ്ട് തന്നെ കുക്കി ഇങ്ങനെ റൂമിന് ചുറ്റും നടന്ന് കളിക്കുമ്പോൾ തേക്ക് അത് കണ്ടിട്ട് ചെറിയൊരു വിഷമം. ആ വിഷമം തീർത്താൻ തേ പതിയെ കുക്കിയുടെ കൈ പിടിച്ച് വലിച്ച് ബെഡിൽ കിടക്കണ തേൻ്റെ മേത്തോട്ട് കുക്കി ഇട്ടു. ഇനി ബാക്കി വീഡിയോ കാണാം. അല്ല, എൻ്റെ ഭാര്യ വല്ലാത്ത ദേഷ്യത്തിലാന്ന് തോന്നിയപ്പോൾ ആ ദേഷ്യം ഒന്ന് തണുപ്പിക്കാനായിട്ട്. ഞാനല്ല, അവളാ നിങ്ങളുടെ ഭാര്യ. അവളും നിങ്ങളും ഒരു റൂമിൽ കിടന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ നിനക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. തന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ കെട്ടത്തില്ലല്ലോ. ഇഷ്ടമായത് കൊണ്ടാണ് കെട്ടിയത്. അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല. എനിക്ക് വേണ്ടി മാഫി എന്ന ജോലി ഉപേക്ഷിച്ചു. പല കാര്യങ്ങളും എനിക്ക് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ചു. അതൊക്കെ കൊണ്ട് മാത്രം. പിന്നെ പ്രേമം എനിക്ക് നിങ്ങളോടില്ല. പ്രേമം എന്നോട് ഇല്ല?
ഇല്ല 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 ഇല്ല. അതെ, എനിക്കിന്ന് ഫുഡ് വേണ്ട, നീ പോയിക്കോ, ഫുഡ് കഴിച്ചോ. നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ എന്നുള്ള ദേഷ്യം മൊത്തം ഫുഡിനോട് ഞാൻ തീർക്കുന്നത്? ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കാം. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എൻ്റെ മകൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, അത് ഞാൻ പാലിച്ചു കൊടുക്കും ഇന്ന് രാത്രി തന്നെ. ഏത്? ആ അനിയൻ കുട്ടം വേണമെന്ന് പറഞ്ഞതോ? ആ, അത് തന്നെ, വേറെ ഒന്നുമല്ല. ഞാൻ എന്തായാലും അതൊന്ന് നടത്തും. പ്ലീസ്, നിങ്ങളുടെ കൂടെ എനിക്ക് അതിന് പറ്റില്ല. എനിക്കപ്പോൾ പഴയ പലതും ഓർമ്മ വരും. ആ ഓക്കെ. മാനസമൈനേ വരൂ, മധുരം നുള്ളിത്തരൂ. നുള്ളിയല്ല, മാതി തരാം മധുരം. ഷോ, എന്നാലും നല്ല രസമുണ്ട് അച്ഛൻ പാടുന്ന കേൾക്കാൻ. പാടച്ച പാട്. കുക്കി മമ്മി, ഞാൻ പാടാം. ഓസ്കാർ അവാർഡ് ലെവല് പാട്ടാ എൻ്റെ ചിമ്മിക്കുട്ടൻ പാടി. കുക്കി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? മോനത് നിന്നെ കിടക്കാൻ വിളിക്കുന്നു. ആരാ വിളിക്കുന്നത് എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. മോൻ്റെ പേര് പറഞ്ഞു വിളിക്കും. വരാം. മോനെവിടെ? മോനെ കാണില്ലല്ലോ. ഓ, അവന് ചിമ്മീൻ്റെ കൂടെ കിടന്നു. അതെ, ഇപ്പോളേ പറയാം. എനിക്കൊന്നിനും പറ്റില്ല. ഓ, നീ ഇന്ന് എന്നെ അങ്ങനെ ഒരാളായിട്ട് മാത്രം കാണുന്നത്. വേണ്ട, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. നീ കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഞാൻ ചെയ്ത തെറ്റല്ലേ? പക്ഷെ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല. എന്തിനെങ്ങനെ കളിപ്പിക്കുന്ന ഭഗവാന്? എനിക്ക് അയാൾ ഇഷ്ടമാണ്, അയാൾക്കത് മനസ്സിലായി. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അതിന് മാത്രം പറ്റുന്നില്ല? മതി, ഇനി ഒരു വാശിയും പിടിച്ച് നിൽക്കണ്ട. ഒന്നില്ലെങ്കിലും ഞാൻ ഭാര്യയല്ലേ, അയാളുടെ കൊച്ചിൻ്റെ അമ്മയല്ലേ. ഓ, പിണക്കൊക്കെ മതി. ഒന്ന് റൂമിൽ വരുമോ? വന്നിട്ടിപ്പോൾ എന്തിനാ? നീ കിടന്നോ? പ്ലീസ്, ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ. എല്ലാവരും എണീച്ചു. നീ വാ. വരാം. ഇനി ഞാൻ വാശി പിടിക്കുന്നില്ല, ദേഷ്യം കാണിക്കുന്നില്ല. നമുക്കിനി നല്ലോണം ജീവിക്കാം. മകനെ നീ എന്താ ഒരേ പോലെ ആഗ്രഹിക്കുന്നത് അത് വേണം. എനിക്കിന്ന് നിൻ്റേത് മാത്രമാവണം. ഇന്ന് ഈ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മറന്ന് നിന്നിലേക്ക് കൂടുതൽ അന്നേടി ഈ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇത്രയും കാലം കാത്തു നിന്നത്. ഇനി താമസിപ്പിക്കണ്ട, നമുക്കങ്ങോട്ട് കാര്യങ്ങളിലോട്ട്